ഹലോ, ഇന്ന് നമുക്ക് ഫിഷ് ബിരിയാണി എൻ്റെ വീട്ടിലൊക്കെ പരമ്പരാഗതമായിട്ട് പണ്ടേ എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടുവരുന്ന ബിരിയാണി, ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ബിരിയാണി തന്നെയാണ്. അതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിലേക്കായി ഒരു 4 വലിയ സവോള നീളത്തിൽ മുറിച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പാനിലൊഴിച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ചതക്കലല്ല, ഇത് നല്ല നീളത്തിൽ നേർങ്ങനെ മുറിച്ചെടുത്ത ഉള്ളിയാണ്. ഇതൊന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ആദ്യം മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ, കുറച്ച് വെളിച്ചെണ്ണ. ഇതൊക്കെ ഒരുപാടൊന്നും നെയ്യ് ചേർക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടാവും. അത് ചേർത്ത് നന്നായി വഴറ്റി വരുമ്പോൾ അതിൻ്റെ തീയാടി കുറച്ച് വെച്ച് ഇനി നമുക്കതിൽ വേണ്ട പച്ചമുളക് ചതച്ചെടുക്കാം. പച്ചമുളക് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 5 ആൾക്കുള്ള ബിരിയാണിക്കുള്ള അളവാണിത്, മീനിൻ്റെ മസാലയുടെയും. അങ്ങനെ ആ പച്ചമുളകും ചേർത്ത് നന്നായി ചെറിയ തീയിൽ വഴറ്റി കൊണ്ടുവരിക. പിന്നെ വേണ്ടുന്നത് ഒരു 25 ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ സാധനത്തിലാണ്, ഇതിലാണ് ഞാൻ ചതക്കാറ്. ഒക്കെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് കാണുന്നതാണ് ബിരിയാണിക്ക് കൂടുതൽ ഭംഗിയൊക്കെ. അരച്ച് ഇങ്ങനെ ഒരു കൊഴുപ്പുള്ള മസാലേനേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഒരു കുറച്ച് കഷ്ണങ്ങളൊക്കെ കാണുന്നതാണ്. അങ്ങനെ വെളുത്തുള്ളിയും അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും ഒരു വലിയ ഏകദേശം ഒരു മീഡിയം സൈസ് തക്കാളി ഉണ്ട്. അതൊന്ന് ഉള്ളിയും പച്ചമുളകും ഒരു വഴണ്ടി നല്ല ഇങ്ങനത്തെ കളറാവുമ്പോൾ അതിലേക്ക് ഈ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് അതും ചെറുതീയിൽ വഴറ്റി എടുക്കണം. തക്കാളി ഒന്ന് വേവണം. അപ്പോഴത്തേക്ക് ഈ ഒരു 3 കഷ്ണം ആണ് എടുത്തിട്ടുള്ളത് ആഫ്രിക്കൻ മല്ലി. ബാക്കി ഞാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എടുത്തു വെച്ചതാണ്. അതൊന്ന് മുറിച്ചിട്ട് അതും, ഇനി ഇതെല്ലാം നിങ്ങൾ മല്ലിച്ചപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഈ സമയത്ത് ചേർക്കാം. മല്ലിച്ചപ്പും ചേർത്ത് അതുമൊക്കെ ചെറിയ തീയിൽ നന്നായി വഴറ്റി ഒരു കുഴഞ്ഞ് വരുന്നവരെ വഴറ്റുക. പിന്നീട് ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരിക്കലും കരിഞ്ഞു പോകരുത്. അതിൻ്റെ ഒരു പച്ച മണം ചെറുങ്ങനെ ഒന്ന് വാടാനേ പാടുള്ളൂ. എങ്കിലേ ആ ബിരിയാണിയുടെ മസാലയുടെ രുചിയൊക്കെ നന്നായി വരികയുള്ളൂ. മണവും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറി. ഇത് ഒന്ന് ചെറുതായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരല്പം നെയ്യ് കൂടെ വേണ്ടി വരും. നെയ്യുടെ കൂടെ അല്പം മഞ്ഞൾ പൊടി, ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ പച്ചമല്ലിപ്പൊടി. ഇതിലേക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ചുവന്ന മുളക് പൊടി ചേർക്കാറില്ല. മീൻ പൊരിക്കുമ്പോഴുള്ള ചുവന്ന മുളക് മാത്രമേ അതിലേക്ക് ചേർക്കാവൂ. അതിൻ്റെ കളറ് മാറിപ്പോവും. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി വഴറ്റി ഇങ്ങനെ അതിലെ വെള്ളം വറ്റുന്നത് വരെ, അതായത് ഈ മസാലകളൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വരണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായി വരണം. അതിനാണ് ഒരല്പം വെള്ളം ചേർത്ത് കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കുന്നത്. ഈ സമയത്ത് ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമായി ഉപ്പിടുക. ബാക്കി മീൻ പൊരിച്ചതിലുണ്ടാവും, അതുകൊണ്ട് അധികം ഉപ്പിട്ട് പോകരുത്. അങ്ങനെ അതും ഒന്ന് ചേർത്ത് വഴറ്റിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് വേവിക്കണം. ഈ മസാലയൊക്കെ വേവണം. അതായത് വെളുത്തുള്ളിയൊന്നും അധികം വെന്തിനില്ല. ഇതൊക്കെ ഇനി മീനിൻ്റെ കഷ്ണത്തിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കുകയും കൂടി വേണം. ഇനി മീൻ പൊരിച്ചത് ഇതിലേക്ക് ഇടുക ചെയ്യുക, ഈ വെള്ളത്തിലേക്ക്, മസാലക്കൂട്ടിലേക്ക്. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വെള്ളം വേണം. അതായത് 5-6 കഷ്ണം മീനുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ മുങ്ങി നിന്ന് വേവണം. അതിനേക്കുള്ള വെള്ളം ചേർത്ത് അതൊന്ന് തിളച്ച് വന്നാൽ ചെറിയ തീയിൽ അത് മെല്ലനെ വറ്റിച്ചെടുക്കുക. ആ സമയത്ത് നമുക്ക് മീൻ പൊരിക്കാൻ വെക്കണം. മീൻ അവിടുന്ന് ആദ്യമേ പൊരിച്ചു വെച്ചാലും കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കി മീൻ പൊരിച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇനി അത് അവിടുന്ന് തിളച്ച് അതിൻ്റെ കുറച്ച് വറ്റുമ്പോഴേക്കും നമുക്ക് ബിരിയാണിയിൽ ചേർക്കേണ്ട ഉള്ളി വഴറ്റിയെടുക്കണം. നെയ്ച്ചോറിനും ഒക്കെ നമ്മൾ ചേർക്കാറുള്ള ഉള്ളി വഴറ്റിയതുണ്ടല്ലോ, അതാണ് ഇനി ഇത് സൈഡിൽ കൂടി ഉണ്ടാക്കുന്നത്. അത് മീൻ അവിടുന്ന് തിളക്കുന്നുണ്ട്, മീനിൻ്റെ മസാല. ഇത് ചൂട് കട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്, ഒരുപാട് കുറക്കരുത്. അതിലും വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ വഴറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നല്ല ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വഴറ്റിയാൽ കുറച്ച് എണ്ണ അധികം ഒഴിക്കണം. അങ്ങനെ ചെയ്താൽ ഒട്ടും അടിക്ക് പിടിക്കാതെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിലിപ്പോൾ ഒട്ടും അടിക്ക് പിടിച്ചിട്ടില്ല. നിർത്താതെ ഇളക്കണം. അത് എന്നിട്ട് ഇറക്കി വെച്ച് തണിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി വെക്കണം. തണിഞ്ഞാലാണ്.
കാരണം ഈ എന്തിനാണെന്ന് വെച്ചാൽ ഈ വഴറ്റിയ ഉള്ളി ഫ്രൈ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. അതിങ്ങനെ വാടിക്കുഴഞ്ഞൊന്നും പോകില്ല എത്ര സമയം കഴിഞ്ഞാലും. അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതും അവിടെ നിൽക്കട്ടെ. നമുക്കിനി അടുത്തതായിട്ട് നെയ്ച്ചോറിൻ്റെ ഇതാക്കാം. ഇത് നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ വേവിച്ച് നെയ്ച്ചോറുണ്ടാക്കാം. മസാല അവിടെ നിന്ന് വെന്ത് വരുന്നുണ്ട്. മീൻ ഇനി ഫ്രൈ ചെയ്യണം അത്രേ. അപ്പോൾ ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച നെയ്ച്ചോറിൻ്റെ അരി. ഇത് ഇന്നലെ വിശദമായിട്ട് നെയ്ച്ചോറുണ്ടാക്കുന്ന കാണിച്ചിരുന്നു. 2 വീഡിയോയും കൂടി ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഇന്നലെ അതിട്ടില്ല. ഇത് ഉണ്ടാക്കുന്നതിന് മുൻപേ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക. അല്ലെങ്കിൽ നിങ്ങളാക്കുന്നത് പോലെ നെയ്ച്ചോറുണ്ടാക്കി ബാക്കി ഈ മസാലകൾ ഇതുപോലെ ചെയ്ത് നോക്കണം. അങ്ങനെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ പൊരിച്ച് വെച്ചതിന് ശേഷം അത് പൊരിക്കുന്നതിനനുസരിച്ച് ഞാൻ ഈ മസാലക്കൂട് പകുതിയായി വെച്ച മസാലയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട്. അതൊരു പരന്ന പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കഷ്ണങ്ങൾ അടിയാതെ നമുക്ക് കിട്ടും പരന്ന പാത്രത്തിലാകുമ്പോൾ. ഈ മീൻ കഷ്ണങ്ങളൊക്കെ മസാലയിൽ കുതിർന്ന് വെന്ത് അതിൻ്റെ മസാലയൊക്കെ മീൻ കഷ്ണത്തിൻ്റെ കൂടെ പിടിക്കണം. ആ വിധത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്, അതിനാണ് കുറച്ചധികം വെള്ളം ആദ്യം ഒഴിച്ചത്. അതങ്ങനെ അതിനൊക്കെ ഒരു സ്ഥലമാക്കി. ഈ കഷ്ണങ്ങൾ നമുക്ക് എത്രയുണ്ടോ, ഒരുപാട് കഷ്ണങ്ങളുണ്ടെങ്കിൽ വലിയൊരു വട്ടച്ചമ്പ് പോലത്തേലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ആകെ 5-6 കഷ്ണങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പരന്ന പാൻ എടുത്തത്. അതെന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വറ്റുന്നതിനനുസരിച്ച് തീ കുറച്ച് അതിങ്ങനെ വറ്റിച്ചെടുക്കണം. എങ്കിലേ ആ മസാലയൊക്കെ മീൻ കഷ്ണത്തിന് നന്നായി പിടിക്കുകയുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചാൽ നമുക്ക് വേറെ ബിരിയാണി ഒന്നും പിടിക്കില്ല. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലെ ബിരിയാണി മാത്രമേ ഞങ്ങളുടെ ബിരിയാണിയേക്കാൾ ഇഷ്ടപ്പെട്ടിട്ട് തോന്നിയിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് അതിനുള്ള ഉപ്പൊക്കെ നോക്കി ശരിയാക്കാം. കാരണം കറിയിലതും കഷ്ണത്തിനുമൊക്കെ ഉപ്പൊക്കെ ഇറങ്ങി ഒരു ലെവലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിന് അധികം ആകുമ്പോൾ ഇതൊന്ന് പാനിങ്ങനെ ചുറ്റിക്കാനേ പാടുള്ളൂ വറ്റിക്കഴിഞ്ഞാൽ. അങ്ങനെ ബിരിയാണി നെയ്ച്ചോറ് തയ്യാറായി. ഇനി നമുക്ക് ബിരിയാണി അട്ടി വയ്ക്കാം. ഈ നെയ്ച്ചോറുണ്ടാക്കുന്നത് ഇന്നലെ വിശദമായി ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അതൊന്ന് കാണണമെങ്കിൽ കണ്ടിട്ട് നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് 2 പാത്രത്തിലായിട്ട് ഞാൻ അട്ടി വയ്ക്കുന്നുണ്ട്. കാരണം കുക്കർ വലിയ കുക്കറാണ്. അപ്പോൾ കുറച്ച് 2 കഷ്ണം വേറൊരു പാത്രത്തിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി ഞാൻ അട്ടിയിടുന്നുണ്ട്. അതിലേക്കായി അല്പം നെയ്യ് അടിയിൽ പുരട്ടി മുകളിൽ ഒരു തട്ട് പിന്നെ നെയ്ച്ചോറും ഒരല്പം മല്ലിച്ചപ്പും ഇട്ടിട്ട് മുകളിൽ ഈ ഒരു കഷ്ണം മീനും കുറച്ച് മസാലകളും അതിലേക്ക് ഇട്ട് വയ്ക്കുക. മസാലയും ഇട്ട് ഇനി ഇതിൻ്റെ മുകളിൽ അല്പം നെയ്ച്ചോറ് കൂടി ഇട്ട് അട്ടിയായി വയ്ക്കുക. ഈ നെയ്ച്ചോറിടുന്ന സമയത്ത് നന്നായി അമർത്തി കൊടുക്കണം. എങ്കിലേ അത് നമുക്കതിൻ്റെ ഫ്ലേവറൊക്കെ ചോറിലേക്കും കൂടി കിട്ടുകയുള്ളൂ. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ ഉള്ളി അതിൻ്റെ മുകളിൽ വിതറി ഇട്ടതിന് ശേഷം ഇനി അടുത്ത കഷ്ണം മീൻ കൂടി ഇതേപോലെ വയ്ക്കാം. ആ ചോറിന് കൂടി കണക്കായ അതിൻ്റെ ചാറും അത്രയും ഇടാവൂ, ഒരുപാട് ഒഴിക്കരുത്. അതിൻ്റെ കണക്കായ മസാലയും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നോക്കി ബാക്കിയോടെ വയ്ക്കുകയും വേണം. ഇനി അതിൻ്റെ മുകളിൽ ഇതൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത്. അറിയുന്നവർക്ക് പിന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാം. ഇത് തീരെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയാണ് എല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഒരട്ടി കൂടി ചോറിട്ട് വീണ്ടും മുകളിൽ അല്പം വാട്ടിയ ഉള്ളിയും മല്ലിച്ചപ്പാണെങ്കിൽ മല്ലിച്ചപ്പ് അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ മല്ലിയാണ് ഞാൻ ഇട്ടത്, അതിട്ട് നന്നായി അടച്ച് മൂടി വയ്ക്കാം. ഇനി അപ്പോഴത്തേക്ക് ഞാൻ കുക്കറിൽ വേറെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ട് ഇനി കുക്കറിൻ്റെ മുകളിൽ നമ്മൾ മഞ്ഞച്ചോറും വെള്ളച്ചോറും ഒക്കെ അങ്ങനെയാണ് പണ്ട്. ഒരട്ടിയിൽ വെള്ള, ഒരട്ടി പിന്നെ മഞ്ഞ, ഇങ്ങനെയാണ് സാധാരണ അട്ടി വെക്കുക. അപ്പോൾ വിളമ്പിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വീട്ടിൽ നമ്മൾ ഇതൊന്നും ഫുഡ് കളറൊന്നും അല്ല യൂസ് ചെയ്യാറ്. ഒരല്പം പാലിൽ മഞ്ഞൾ കലക്കി അത് വേറെ തന്നെ പകുതി ചോറാക്കി മാറ്റും. പകുതി വെള്ളച്ചോറും പകുതി മഞ്ഞച്ചോറും, എന്നിട്ടാണ് ഓരോ അട്ടിയായിട്ടിടുക. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കേണ്ടിയിട്ട് കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്, നെയ്ച്ചോറ്. അതിലേക്ക് ഈ പിന്നെ മഞ്ഞൾ കലക്കിയ പാലൊഴിച്ച് മിക്സാക്കുമ്പോൾ അത് നല്ല മഞ്ഞച്ചോറായി വരും. ഇനി ഇത് ബിരിയാണിയുടെ മുകളിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ വിളമ്പി കഴിയുമ്പോൾ ആ മഞ്ഞയും വെള്ളയും മിക്സായി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്.
അതിനാണ് ഇങ്ങനെ ഇടുന്നത്. ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു അടിയിൽ ഒരു അട്ടി വെള്ള, പിന്നെ ഒരു കഷ്ണം മീൻ, പിന്നെ തട്ടി വരുന്നത് മഞ്ഞ കഷ്ണം, മഞ്ഞച്ചോറ്, അങ്ങനെ ഇടാറ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അടിയിൽ നല്ല തീ വരുമ്പോൾ ഈ കുക്കർ വെച്ച് ഇതാണ് ഇങ്ങനെ ദമ്മ് ഇങ്ങനെ കൊടുക്കാം. നല്ല ചൂടായി വരും ബിരിയാണി. ഒരു സമയം ചെറിയ തീയിൽ കുറച്ചധികം സമയം വെച്ച് അങ്ങനെ ദം അവിടെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി തയ്യാറാക്കാം. ഇതിലേക്ക് ഒന്നും എടുക്കാറില്ല, വെറും തേങ്ങയും പച്ചമുളകും മല്ലിച്ചപ്പും ഉപ്പും. ചിലരൊക്കെ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാണ്ട്, അതും ഞാൻ ചേർക്കാറില്ല. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പക്ഷേ ഇത് ചതഞ്ഞിട്ടേ വരാവൂ, അരയാൻ പാടില്ല. വെറും ഉപ്പ്, മുളക്, മല്ലിച്ചപ്പ്, തേങ്ങ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ അതും തയ്യാറായി. ഇനി നമുക്കിതിലേക്കുള്ള സാലഡ് തയ്യാറാക്കാം. അതിലും ഒരല്പ പ്രത്യേകതയുണ്ട്. ഇത് ഉള്ളിയും വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിച്ചപ്പുമാണ് മുറിച്ചിട്ടുള്ളത്. പിന്നെ തൈര് ഒന്ന് കടഞ്ഞിട്ട് ഒരല്പം വെള്ളം കൂടി ചേർക്കണം തൈരിൽ. ഇത് വെള്ളമല്ല, ഒരു ടീസ്പൂൺ വിനീഗർ അതുകൂടി ചേർത്താൽ നല്ല സാലഡിന് നല്ല രുചിയായിരിക്കും. അതും ചേർത്ത് ഉപ്പും ചേർത്ത് കഴിയുന്നതും 1 മണിക്കൂർ മുന്നേ നമ്മൾ ഇത് തയ്യാറാക്കി വെക്കണം. എങ്കിലേ സാലഡിനും നല്ല രുചി കിട്ടും. ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആദ്യമേ ചേർത്ത് വെച്ചാൽ. അങ്ങനെ സാലഡും തയ്യാറായി. ഇനി നമുക്ക് വേണ്ടത് പപ്പടമാണ്. ബിരിയാണിക്ക് എന്തുണ്ടായാലും കൂടെ പപ്പടമില്ലെങ്കിൽ അതിൻ്റെ രുചി പൂർണ്ണമാവുകയില്ല. അങ്ങനെ പപ്പടവും വാട്ടി. എന്നാലിനി നമുക്ക് ബിരിയാണി വിളമ്പാം. ബിരിയാണിയിലേക്ക് കുക്കറിൽ നിന്നുള്ള ഈ മഞ്ഞ കളറും വെള്ള ചോറും ഉള്ള ബിരിയാണിയാണ് ഞാൻ വിളമ്പുന്നത്. ഒരു പ്ലേറ്റിലേക്ക് ബിരിയാണി വിളമ്പി, സാലഡ് വിളമ്പി. ഇനി അടുത്തതായിട്ട് ചമ്മന്തി. ആ ചമ്മന്തിയും വിളമ്പി, പിന്നെ നല്ല പപ്പടവും. എപ്പോഴും ഇവിടെ നെയ്യുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ജീരകവെള്ളമാണ് ഉപയോഗിക്കാറ്. അത് പെട്ടെന്ന് ദഹിക്കും എന്നുള്ളത് കൊണ്ടാണ് ജീരകവെള്ളം. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.